ഇനി മുണ്ടിന്റെ കരയെ തന്നെ ബേസ് ചെയ്ത അടുത്തൊരു പോയിന്റ് ആണ് ഈ ഒരു മാർക്ക് ഉണ്ടല്ലോ. അതായത് ഈ മുണ്ടിന്റെ കര തൊട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ എൻഡ് വരെയുള്ള ഈ ലെങ്ത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. മുണ്ട് വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില മുണ്ടുകൾ എന്ന് പറഞ്ഞാൽ കര ടു ആ മുണ്ടിന്റെ എൻഡ് വരെയുള്ള ആ ഒരു നീളം ഉണ്ടല്ലോ, ഈ ഒരു നീളം, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം നമ്മൾ മുണ്ട് ഉടുക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ വലത്തോട്ട് ഉടുക്കുന്ന ഒരാളാണെങ്കിൽ വലത്തെ കാലാണെങ്കിൽ ഈ വലത്തെ കാലിന്റെ ഏകദേശം ഒരു പകുതി എടുത്തു കഴിഞ്ഞാൽ ഈ പകുതിയുടെ വലത് സൈഡിലായിട്ടാണ്, ജസ്റ്റ് വലത്തോട്ട് മാറിയിട്ടാണ് കര സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്ത് കൂടുതലാണ് എന്ന് വെക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് കൂടുതലാണ് എങ്കിൽ, ഇപ്പോൾ ഈ കര ലെങ്ത് കൂടുതലാണെന്ന് പറയുമ്പോൾ ഈ കര ഇവിടുന്ന് മാറി കുറച്ചുകൂടി ഇങ്ങോട്ടാകും. അപ്പോൾ നമ്മുടെ വലത്തെ കാലിന്റെ ഏകദേശം പകുതി മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഇടത്തെ സൈഡിലേക്കായി പോയി സംഭവം. അത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഈ വലത് സൈഡിലേക്ക് കുറച്ച് കര മാറി വരുന്നതാണ് ഭംഗി. അങ്ങ് പുറകോട്ട് പോയി കര അപ്പുറം പുറകെ കിടക്കണമെന്നല്ല, ഈ നേരെ ഫ്രണ്ടിൽ തന്നെ വലത് സൈഡിലായിട്ട് ഇരിക്കുന്നതാണ്, കര കിടക്കുന്നതാണ് ആ ഒരു ഭംഗി.